Welcome to RN Success Hub. Today we will discuss about milestone of growth and development. Already we have seen the growth and development theory and characteristics, everything we have seen. Now we will discuss about milestone of growth and development. ആദ്യം നമ്മൾ മൈൽസ്റ്റോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻഫൻസി എന്നാണ്. ഇൻഫൻസി മീൻസ് 0 to 1 year. അറ്റ് ബർത്ത് ടു 1 year old ബേബിയാണ് ഇൻഫൻസി പീരീഡിലുള്ളത്. ദെൻ വാട്ട് ആർ ദ മൈൽ സ്റ്റോൺസ് ദേ ആർ ഗോയിങ് ത്രൂ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം, ഇത് സ്പെസിഫിക് ഈവൻറ്റ്സ് ഹാപ്പൻ ഇൻ എ പർട്ടിക്കുലർ ഏജ്. എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വളർച്ച സംഭവിക്കുന്നതാണ്, ഒരു പർട്ടിക്കുലർ ഈവൻറ്റ് സംഭവിക്കുന്നതിനെയാണ് നമ്മൾ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്. ഓരോ മൈൽ സ്റ്റോൺ അനുസരിച്ച് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ സ്കിൽ അനുസരിച്ചാണ് ബേബിയുടെ സ്റ്റാറ്റസ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റാറ്റസ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ദെൻ ഇൻഫൻറ്റിൻ്റെ അറ്റ് ബർത്ത് മുതലുള്ളതിൽ നമുക്ക് ഇതിനെ ബയോളജിക്കൽ ഡെവലപ്മെൻ്റ് ഉണ്ട്, മോട്ടോർ ഡെവലപ്മെൻ്റ് ഉണ്ട്, ദെൻ സെൻസറി മോട്ടോർ, കൊഗ്നിറ്റീവ്, ലാംഗ്വേജ്, ഇങ്ങനെ പല കാറ്റഗറി ആയിട്ടാണുള്ളത്. അപ്പോൾ ബയോളജിക്കൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഹൈറ്റ്, വെയ്റ്റ്, ഹെഡ് സർക്കംഫറൻസ്, ഇതൊക്കെയാണ് ബയോളജിക്കലിൽ വരുന്നത്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് മോട്ടോർ ഡെവലപ്മെൻറ്റ് മുതൽ കാണാം. അപ്പോൾ മോട്ടോർ സ്കില്ല് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് മോട്ടോർ സ്കിൽ എന്താണ്? മോട്ടോർ സ്കിൽ സ്റ്റാർട്ടിങ് വിത്ത് 1 to 2 months. 1 to 2 months എന്തെല്ലാം മോട്ടോർ സ്കില്ലാണ്? മോട്ടോർ സ്കിൽ എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീസാണ്, മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റീനെയാണ് നമ്മൾ മോട്ടോർ സ്കിൽ എന്ന് പറയുന്നത്. മോട്ടോർ സ്കിൽ തന്നെ ഫൈൻ മോട്ടോറും ഗ്രോസ് മോട്ടോറും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ കാണുന്ന ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻ്റ് ആണ്. ദെൻ ഫസ്റ്റ് 1 to 2 months എന്താണ്? ലിഫ്റ്റ് ഹെഡ് വൈൽ ഓൺ ടമ്മി. ബേബി പ്രോൺ പൊസിഷനിൽ കിടക്കുകയാണെങ്കിൽ ഹെഡ് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. മൂവ് ആം ആൻഡ് ലെഗ് ഇൻ ജെർക്കി മോഷൻ. ഇതാണ് ഫസ്റ്റ് 1 to 2 months കാണുന്നത്. അതിൻ്റെ അകത്ത് ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത് ലിഫ്റ്റ് ഹെഡ് ഓൺ വൈൽ ഓൺ ടമ്മി, തല പൊക്കാൻ പറ്റുക. നെക്സ്റ്റ് എന്താണ്? 3 to 4 months. 3 to 4 months സംഭവിക്കുന്നത് റേസസ് ചെസ്റ്റ് യൂസിങ് ആം വൈൽ ഓൺ ടമ്മി. അതായത് ഇത് തല മാത്രം ഫസ്റ്റ് 2 months പൊക്കുള്ളായിരുന്നു. ഇതെന്ത് ചെയ്യും? 2 മീൻസ് റേസസ് ചെസ്റ്റ് യൂസിങ് ആം എന്നുവെച്ചാൽ കൈ വെച്ച് മീൻസ് ഹെഡ് റേസ് ചെയ്യും, ടമ്മിയിലാണ്. ഇതെല്ലാം പ്രോൺ പൊസിഷൻ്റെ ആണ്. അപ്പോൾ ബിഗിൻ ടു റോൾ ഓവർ ഫ്രം ടമ്മി ടു ബാക്ക്. അതായത് പ്രോൺ പൊസിഷനിൽ നിന്ന് ബാക്കിലേക്ക്, അതായത് സുപ്പൈൻ പൊസിഷനിലേക്ക് ബേബീസിന് റോൾ ഓവർ ചെയ്യാൻ പറ്റും. ക്യാൻ ഹോൾഡ് ഹെഡ് സ്റ്റഡി വെൻ സിറ്റിംഗ്. അതായത് ഹെഡ് കൺട്രോൾ വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ഹെഡ് കൺട്രോൾ വരും എന്നുള്ളതാണ്. അപ്പോൾ ഹെഡ് കൺട്രോൾ വരുന്നത് 3 to 4 months. ദെൻ 5 to 6 months റോൾ ഓവർ ബോത്ത് വേ, ബാക്ക് ടു ടമ്മി ആൻഡ് ടമ്മി ടു ബാക്ക്. അതായത് തിരിഞ്ഞും മറിഞ്ഞും ബേബീസിന് മൂവ് ചെയ്യാൻ, മീൻസ് റോൾ ഓവർ ചെയ്യാൻ പറ്റും. സിറ്റ് വിത്ത് സപ്പോർട്ട് ഓർ ബ്രീഫ്ലി വിത്തൗട്ട് സപ്പോർട്ട്. അതായത് എന്തെങ്കിലും ഒരു ചെറിയ സപ്പോർട്ടോടുകൂടിയോ അല്ലെങ്കിൽ സപ്പോർട്ട് ഇല്ലാതെയോ ഇരിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. റോൾ ഓവർ ബോത്ത് സൈഡ് 3 to 6 months വരും. ഇത് മെയിനായിട്ട് സിറ്റ് എപ്പോഴാണ് ഇരിക്കാൻ തുടങ്ങുന്നത്? 6 months ഒക്കെ ആകുമ്പോഴാണ്. പുഷ് ഡൗൺ ഓൺ ലെഗ് വൈൽ ഫീറ്റ് ആർ ഓൺ ദ ഹാർഡ് സർഫസ്. അപ്പോൾ ഈ രണ്ടെണ്ണം നിങ്ങൾ നോക്കുക. എല്ലാം അറിയുന്നിരിക്കുന്ന നല്ലതാണ്. ബട്ട് ഇതിൽ ഇരിക്കുന്നത് 6 മാസം ആകുമ്പോഴാണ്. ഹെഡ് കൺട്രോൾ 3 മാസത്തിലാണ്. ബേബി ഹെഡ് റേസ് ചെയ്യുന്നത് 2 months. ദെൻ 7 to 8 months സിറ്റ് വിത്തൗട്ട് സപ്പോർട്ട്, ക്രോൾ ഓർ സ്ക്യൂട്ട് ഓൺ ബെല്ലി, മേ സ്റ്റാർട്ട് ടു പുൾ അപ്പ് ടു സ്റ്റാൻഡ്. അതായത് ബേബി വിത്തൗട്ട് സപ്പോർട്ടിലിരിക്കും, പിന്നെ വലിയും, നിലത്തൂടെയൊക്കെ വലിയുന്ന കണ്ടിട്ടുണ്ട്. ഈ രണ്ടും സംഭവിക്കുന്നത് 7 to 8 months. ആഫ്റ്റർ ദാറ്റ് 9 to 12 months സ്റ്റാൻഡ് വിത്ത് സപ്പോർട്ട് ഓർ പുൾസ് അപ്പ് ടു ദ സ്റ്റാൻഡിങ് പൊസിഷൻ. സ്റ്റാൻഡ് എന്തെങ്കിലും പിടിച്ചൊക്കെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും. മേ ബിഗിൻ വോക്ക് വിത്ത് ഹെൽപ്പ്. എവിടെയെങ്കിലും ഫർണിച്ചറിലോ ടേബിളിൻ്റെ സൈഡിലോ ഒക്കെ പിടിച്ച് 1 or 2 സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കാൻ പറ്റും. മേ ടേക്ക് ഫസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റെപ്പ്. ഇത് 1 year കൊച്ച് ആദ്യമായിട്ട് നടക്കാൻ തുടങ്ങേണ്ടത് 1 year. അപ്പോൾ ഇത് മോട്ടോർ ഡെവലപ്മെൻറ്റ് വരുന്നു. അടുത്ത എന്താണ്? കൊഗ്നിറ്റീവ് ഡെവലപ്മെൻ്റ് ആണ്. കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് മീൻസ് എന്താണ്? ഇൻ്റലക്ച്വൽ ഡെവലപ്ഡ് അല്ല അതുകൊണ്ട്, പക്ഷേ ഈ ബേബീസ് എന്തെല്ലാം അതനുസരിച്ച് ചെയ്യുന്നതാണ്. ഫസ്റ്റ് 2 months ബിഗിൻ ടു ഫോക്കസ് ഓൺ ഫേസ്, ഫോളോ ഒബ്ജക്റ്റ് വിത്ത് ഐസ്. അതായത് നമ്മളൊരു ടോയ് വെച്ചാൽ അത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യാൻ സാധിക്കും. ദെൻ ഒരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യാൻ സാധിക്കും. 3 to 4 months റിക്കഗ്നൈസ് ഫെമിലിയർ പീപ്പിൾ ആൻഡ് ഒബ്ജക്റ്റ്. അതായത് 3 to 4 months ആകുമ്പം പാരൻസ് പിന്നെ ഫെമിലിയർ എപ്പോഴും വീട്ടിലുള്ളവരെ റിക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ട് ടു
reach and grasp object. Then 5 to 6 months explore object with hands and mouth. അതായത് ഹാൻഡ്സ് ആൻഡ് മൗത്ത് എക്സ്പ്ലോർ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ കൊണ്ട് പിടിച്ചു നോക്കുക, വായിൽ ഓരോ സാധനങ്ങൾ ഇടുക. ഇതൊക്കെ തുടങ്ങുന്നത് 5 to 6 മന്തിലാണ്. ബിഗിൻ ടു അണ്ടർസ്റ്റാൻഡ് കോസ് ആൻഡ് ഇഫക്റ്റ്. അതായത് ഷെയ്ക്കിങ്, അതായത് റാറ്റിൽ നമ്മൾ കൊടുത്തു തുടങ്ങേണ്ടത് 6 മന്തിലാണ്. അപ്പോൾ അവർ പയ്യെ ഇത് മൂവ് ചെയ്യും, ഇത് ഷെയ്ക്ക് ചെയ്യാനുള്ളതെന്നൊക്കെ അവർക്ക് മനസ്സിലാവും. അത് മനസ്സിലാവുന്ന 5 to 6 മന്തിലാണ്. 7 to 8 months ഡെവലപ്പ് ഒബ്ജക്റ്റ് പെർമനൻസ്, ഇമിറ്റേറ്റ് സൗണ്ട് ആൻഡ് ആക്ഷൻ. അതായത് ഒബ്ജക്റ്റ് പെർമനൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഒബ്ജക്റ്റ് പെർമനൻസ് മീൻസ് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് സ്റ്റിൽ ഈസ് എക്സിസ്റ്റ്, അങ്ങനെ ഒരു കോൺഷ്യസ്നെസ് അവർക്ക് വരുന്നതാണ്. അത് നമ്മൾ പറഞ്ഞു PAQ, അതായത് ഒളിച്ചേ കണ്ട്, അങ്ങനെയുള്ള ആ ഇതൊക്കെയാണ് അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഫേസ് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാലും ഫേസ് അവിടെ തന്നെ ഉണ്ട്, അതിപ്പോൾ തന്നെ റിവീൽ ആവും എന്നുള്ള ഒരു ആൻറ്റിസിപ്പേഷനോടുകൂടി അവരിയ്ക്കുന്നതിനെയാണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത്. അതായത് 8 മന്തിന് മുമ്പ് ഒരു ഒബ്ജക്റ്റ് മുമ്പിൽ നിന്ന് മാറിയാൽ പിന്നെ അത് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് അവർക്ക് തോന്നില്ല. 9 to 12 months പോയിന്റ് ടു ഓർ ലുക്ക് ഫോർ ഒബ്ജക്റ്റ് വെൻ നെയിംഡ്. എന്തെങ്കിലും ഒരു ടോയിനെ അല്ല ഒന്ന് നോക്കും, അങ്ങോട്ട് നോക്കും, അമ്മ എന്ന് പറഞ്ഞാൽ അമ്മേനെ നോക്കും. ഇതൊക്കെയാണ്. മേ സ്റ്റാർട്ട് യൂസിങ് ജസ്റ്റ് വേവിങ്, ഷെയ്ക്കിങ് ആൻഡ് ഇങ്ങനെയുള്ള ആക്ഷൻസ് ഒക്കെ കാണിക്കാൻ തുടങ്ങും. ബിഗിൻ ടു അണ്ടർസ്റ്റാൻഡ് സിമ്പിൾ വേർഡ്സ്, ബൈ ബൈ, നോ, ഇങ്ങനെയൊക്കെ. അതായത് 1 വയസ്സാകുമ്പോൾ നമ്മൾ ബൈ ബൈ, ടാറ്റ പറഞ്ഞാൽ പോകാനാണെന്നും നോ പറഞ്ഞിട്ടുണ്ട് ഇല്ലെന്നാണെന്നും ഇങ്ങനെയൊക്കെ മനസ്സിലാകാൻ തുടങ്ങുന്നത് 1 വയസ്സിലാണ്. അടുത്ത എന്താണ്? ലാംഗ്വേജ് സ്കിൽ. ലാംഗ്വേജ് ഡെവലപ്ഡ് അല്ല, ഒരു ഗ്രാജുവൽ പ്രോസസ്സാണ് ഡെവലപ്മെൻറ്റ്. വളരെ ആദ്യം സൗണ്ട് ഉണ്ടാക്കും, പിന്നെ സൗണ്ടിൽ വ്യത്യാസങ്ങൾ വരും, പിന്നെ മമ്മ ഡാഡ എന്ന് വിളിക്കും, പിന്നെയാണ് ലാംഗ്വേജിലേക്ക് പോകുന്നത്. അപ്പോൾ 1 to 2 months ബിഗിൻ ടു കൂ ഓൺ മേക്ക് ഗർഗിൾ സൗണ്ട്, സ്റ്റാർട്ട് ടു മേക്ക് ഐ കോണ്ടാക്ട്, ജസ്റ്റ് സൗണ്ട് ഉണ്ടാക്കും. 3 to 4 months ബാബിൾ ആൻഡ് പ്രൊഡ്യൂസ് വോവൽ സൗണ്ട്. ഇങ്ങനെ പിള്ളേർ സൗണ്ട് എടുക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ദെൻ ടേൺ ഹെഡ് ആൻഡ് ടുവേഴ്സ്, എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ ബേബീസ് 3 to 4 months ആകുമ്പോഴാണ് അതിനെ നോക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത് കൊച്ചിന് ഹിയറിംഗ് കപ്പാസിറ്റി ഉണ്ടോ എന്നൊക്കെ. ദെൻ 5 to 6 months ബാബിൾ വിത്ത് കോൺസണൻറ്റ് സൗണ്ട്, അതായത് ബാബ സെയിം വേർഡ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ദെൻ റെസ്പോണ്ട് ഓൺ നെയിം, സോ പേര് വിളിച്ചാൽ അങ്ങോട്ട് നോക്കും. ദെൻ 6 to 7 months ബാബിൾ വിത്ത് മോർ വേരിയേഷൻ, അതായത് സൗണ്ടിൽ ഇച്ചിരൂടെ ഇത് വരും. അത് മാമ ഡാഡ എന്നൊക്കെ വിത്തൗട്ട് മീനിങ്ങിൽ, ഇങ്ങനെ ഇൻറ്റൻഷനലി അല്ല, വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് 7 to 8 months. ദെൻ ഫസ്റ്റ് വേർഡ് ഇൻറ്റൻഷനലി വിളിക്കുന്ന മാമ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ഡാഡ എന്ന് വിളിക്കുന്നത് 1 yearലാണ്. ദെൻ മേ ബിഗിൻ ടു യൂസിങ് ജസ്റ്റ് ഓർ സൗണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് നീഡ്സ്, എന്തെങ്കിലുമൊക്കെ ആക്ഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, വെച്ചാൽ സൗണ്ട് എടുക്കുന്നത് അങ്ങനെയൊക്കെ ഓരോന്നിനും ഓരോ സൗണ്ടൊക്കെ അവർ സെപ്പറേറ്റ് ചെയ്ത് ചെയ്യാൻ തുടങ്ങും. അതാണ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. അനദർ വൺ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ്. ഇത് സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ് അത്ര ഡെവലപ്ഡ് അല്ല, സോ നമുക്ക് ജസ്റ്റ് നോക്കിപ്പോം. 1 to 2 months ബിഗിൻ ടു സ്മൈൽ സോഷ്യലി, അതായത് ആദ്യം സോഷ്യൽ സ്മൈൽ സ്റ്റാർട്ട് ചെയ്യും. ദെൻ 3 to 4 months സ്മൈൽ അറ്റ് ഫെമിലിയർ പീപ്പിൾ, അതായത് ഫെമിലിയർ പീപ്പിളെ കാണുമ്പം സ്മൈൽ ചെയ്യും. 5 to 6 months എൻജോയ് പ്ലേയിങ് ഇൻ്ററാക്റ്റീവ് ഗെയിം ലൈക്ക് PABU, അതായത് PABU എന്ന് പറഞ്ഞാൽ ഒളിച്ചേ കണ്ടേന്നൊക്കെ നമ്മൾ കളിക്കുന്നതാണ്. അത് ഒബ്ജക്റ്റ് പെർമനൻസ് വഴി സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ദെൻ 7 to 8 months ഡെവലപ്പ് അറ്റാച്ച്മെൻറ്റ് ടു പ്രൈമറി കെയർ ഗീവർ, അതായത് സെപ്പറേഷൻ ആൻസൈറ്റി സ്റ്റാർട്ട് ചെയ്യും. അതായത് പ്രൈമറി കെയർ ഗീവർ, മമ്മി, അതായത് ഗ്രാൻഡ്മ, ആരാണോ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നത് അവരോടൊരു അറ്റാച്ച്മെൻറ്റ് വരും. 9 to 12 months ഡിസ്പ്ലേ സെപ്പറേഷൻ ആൻസൈറ്റി വെൻ കെയർ ഗീവർ ലീവ്സ്, അതായത് സെപ്പറേഷൻ ആൻസൈറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് 9 to 12 monthsലാണ്. അപ്പോൾ ഇത് തന്നെ നമ്മൾ ഈ മീൻസ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് അനുസരിച്ച് ബേബിയുടെ ഹോസ്പിറ്റലൈസേഷൻ്റെ അനുസരിച്ച് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതായത് ഒരു ഇൻഫൻറ്റ് ഹോസ്പിറ്റലൈസ്ഡ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ അവർക്ക് വരുന്ന പ്രോബ്ലം എന്താണ്? അത് സെപ്പറേഷൻ ആൻസൈറ്റിയാണ്. ദെൻ അടുത്തത് ടോഡ്ലറാണ്. ടോഡ്ലർ മീൻസ് 1 to 3 years ആണ് ടോഡ്ലർ. അതിനകത്ത് വരുന്ന എന്തൊക്കെയാണ്? മോട്ടോർ സ്കില്ലിൻ്റെ അകത്ത് 1 to 12 to 8 months, അതായത് 1 to 3 years ആണല്ലോ. നമ്മൾ പറഞ്ഞു 1 വയസ്സാകുമ്പോൾ തന്നെ നടക്കാൻ തുടങ്ങും. വോക്ക് ഇൻഡിപെൻഡൻ്റ്ലി വിത്ത് ഓർ വിത്തൗട്ട് സപ്പോർട്ട്, ക്യാൻ സ്റ്റാൻഡ് ആൻഡ് സ്റ്റാർട്ട് ടു ക്ലൈംബ്, ക്യാൻ ത്രോ എ ബോൾ അണ്ടർ ഹാൻഡ്, അതായത് താഴേക്ക് ഒരു വലിയ ബോൾ കിട്ടിയാൽ താഴേക്ക് ഇടും, കയ്യിൽ നിന്ന് താഴേക്ക് ഇടും. അതായത് ഫൈൻ മോട്ടർ ഡെവലപ്മെൻറ്റ് പയ്യെ ഡെവലപ്പ് ആകുന്നതാണ്. 8 to 24 months വോക്ക് കോൺഫിഡൻ്റ്ലി, അതായത് 8 months 1.5 മാസം ആകുമ്പോഴത്തേക്ക് കോൺഫിഡൻ്റ്ലി വോക്ക് ചെയ്യാൻ തുടങ്ങും. ക്ലൈംബ് സ്റ്റെയർ വിത്ത് അസിസ്റ്റൻസ്, കിക്ക് എ ബോൾ ഫോർവേഡ്,
ബിഗിൻ ടു ജംപ് ഇൻ പ്ലേസ്. ഇതൊക്കെ ഈ ഇൻഫൻറ്റും ടോഡ്ലറും ആണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 2 to 3 yearsനകത്ത് റൺ ഈസിലി ആൻഡ് ക്ലൈം വെൽ, വാക്ക് അപ്പ് ആൻഡ് ഡൗൺ സ്റ്റെയർ ഓൺ ഫുട്ട് അറ്റ് എ ടൈം, ജംപ് വിത്ത് ബോത്ത് ഫീറ്റ് ഓഫ് ദ ഗ്രൗണ്ട്, പെഡൽ ട്രൈസൈക്കിൾ യൂസ് ചെയ്യാൻ തുടങ്ങുന്നത് 2 to 3 yearsലാണ്. സ്റ്റാക്സ് ബ്ലോക്സ് ആൻഡ് ബിൽഡ് ടവർ, ബിഗിൻ ടു ഷോ മോർ കോർഡിനേറ്റഡ് മൂവ്മെൻറ്റ്. അതായത് ടവറൊക്കെ ജസ്റ്റ് ബിഗിൻ 1 or 2 അത്രയൊക്കെ ആയിട്ടുള്ളൂ. ഫസ്റ്റ് ടോഡർ പീരീഡിൽ നമ്മൾ 4 to 6 ടവറാണ് ഇവർക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നത്. അടുത്തതാണ് മോട്ടോർ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞു. ഇനി കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിന് ഫസ്റ്റ് 12 to 18 month എക്സ്പ്ലോർ ഒബ്ജക്റ്റ് ബൈ ഷെയ്ക്കിംഗ്, ബാങ്ങിങ് ആൻഡ് ത്രോയിങ് ദം. അതായത് ടോയൊക്കെ ഷെയ്ക്ക് ചെയ്യുക, എന്തെങ്കിലും കൈ കിട്ടിയാൽ അതെല്ലാം എറിഞ്ഞു നോക്കുക, അതെല്ലാം അതിനെ എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. അണ്ടർസ്റ്റാൻഡ് സിമ്പിൾ ഇൻസ്ട്രക്ഷൻ, കം ഹിയർ, ഗോ, അങ്ങനെയുള്ളതൊക്കെ അവർക്ക് മനസ്സിലാകും. ബിഗിൻ ടു ഇമിറ്റേറ്റ് ആക്ഷൻസ് ആൻഡ് ബിഹേവിയർ. അതായത് മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യുക, മീൻസ് ആ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെയിം ആക്ഷൻ അവർ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. 12 to 24 month ക്യാൻ പോയിൻറ്റ് ടു ഓർ ടു ഐഡൻറ്റിഫൈ ഒബ്ജക്റ്റ് ഇൻ എ പിക്ചർ ബുക്ക്. അതായത് ഒരു 1.5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ബുക്കിൽ എന്തെങ്കിലുമൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാം, ഇങ്ങനെ കൈ കൊണ്ടൊക്കെ തൊടാനൊക്കെ തുടങ്ങും. സ്റ്റാർട്ട് ടു എൻഗേജ് ഇൻ സിമ്പിൾ പ്രിറ്റൻഡഡ് പ്ലേ. അതായത് പ്രിറ്റൻഡിങ് ടു വെച്ചാൽ ഒരു ബേബിക്ക് ഫീഡ് കൊടുക്കുന്ന പോലെ അങ്ങനെയൊക്കെ അവർ ചെയ്യും. അതായത് ബോട്ടിൽ കൊടുക്കുകയും അങ്ങനെയൊക്കെ. 2 to 3 years എന്താണ്, ക്യാൻ ഫോളോ സിമ്പിൾ 2-step ഇൻസ്ട്രക്ഷൻ. അതായത് 2 സെൻറ്റൻസ് കൂട്ടിയുള്ള ഇൻസ്ട്രക്ഷൻസ് അവർക്ക് മനസ്സിലാവും. അതായത് പിക്കപ്പ് ദ ടോയ് ആൻഡ് ഗീവ് ഇറ്റ് ടു മീ. അതായത് 2 ഇൻസ്ട്രക്ഷനാണ്. ഒന്ന് ടോയ് എടുക്കണം, രണ്ടാമത് കൊണ്ടുതരണം. അവിടം വരെയുള്ളത് ഫോളോ ചെയ്യാൻ തുടങ്ങുന്നത് 2 to 3 yearsലാണ്. അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് മൈൻ ആൻഡ് യുവേഴ്സ്. അതായത് ഞാനാര്, നീ, അങ്ങനെയുള്ള കോൺസെപ്റ്റ് ഇതൊക്കെ മനസ്സിലാകും. സ്റ്റാർട്ട് ടു റിക്കഗ്നൈസ് കളർ, ഷേപ്പ് ആൻഡ് ബോഡി പാർട്ട്. ഓരോ പാർട്ടും പറയാൻ തുടങ്ങും. കളറ് 3-4 കളറുകൾ വരെ പറയും. ബിഗിൻ ടു എൻഗേജ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാർട്ട് ടു റിക്കഗ്നൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയൊക്കെയുള്ള 1-2 കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നത്. അടുത്തത് ബിഗിൻ ടു എൻഗേജ് ഇൻ മോർ കോംപ്ലക്സ് പ്രിറ്റൻഡ് പ്ലേ. അതായത് കുക്ക് ചെയ്യുന്ന പോലെ അങ്ങനെയൊക്കെ ഇച്ചിരൂടെയൊക്കെ പ്രിറ്റൻഡഡ് പ്ലേ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അടുത്തത് ലാംഗ്വേജ് സ്കില്ലാണ്. 12 to 18 month യൂസിങ് സിമ്പിൾ വേർഡ്. അതായത് 1 year ആകുമ്പോൾ ഡാഡ മമ്മ എന്ന് വിളിക്കും നമ്മൾ പറഞ്ഞു. അണ്ടർസ്റ്റാൻഡ് മോർ വേർഡ് ദാറ്റ് ക്യാൻ സ്പീക്ക്, പോയിൻറ്റ് ടു ഒബ്ജക്റ്റ് ഓർ പീപ്പിൾ ടു കമ്മ്യൂണിക്കേറ്റ് നീഡ്. അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയും. ഇങ്ങനെ പോയിൻറ്റ് ചെയ്തും ഫീഡ് വേണേൽ ബോട്ടിലൊക്കെ പിടിച്ച്, അതായത് ഒരു വയസ്സാകുമ്പത്തെ പോയിൻറ്റ് ചെയ്യാൻ, എന്തെങ്കിലും ടോയ് വേണേൽ അത് പോയിൻറ്റ് ചെയ്ത് കരയും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. 12 to 24 month, അതായത് 2 വയസ്സ് വരെ, 1.5 വയസ്സ് മുതൽ 2 വയസ്സ് വരെ യൂസിങ് 10 to 50 വേർഡ് ആൻഡ് മേ ബിഗിൻ ടു കമ്പൈൻ 2 വേർഡ് വോണ്ട് കുക്കി. അതായത് 50 വേർഡ് വരെ പിള്ളേർ മാക്സിമം പറയാൻ പഠിക്കും. ക്യാൻ സേ ദെയർ നെയിം ആൻഡ് റെഫർ ടു ദംസെൽഫ് ഇൻ ദ 3rd person. അതായത് പേര്, സ്വന്തം പേരിൻ്റെ ആദ്യത്തെ പേരോ അങ്ങനെ എന്തെങ്കിലും പറയാം. ഫോളോ സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ്. 2 to 3 years വൊക്കാബുലറി 200 ആകും. 3 വയസ്സാകുമ്പോഴത്തേക്ക് യൂസിങ് സിമ്പിൾ സെൻറ്റൻസ്, ആസ്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ, യൂസ് പ്രൊനൗൺസ്, ഐ യു, അങ്ങനെയുള്ള പേരിന് പകരം പ്രോനൗൺസ് യൂസ് ചെയ്യാൻ തുടങ്ങും. അണ്ടർസ്റ്റാൻഡ് ആൻഡ് ക്യാൻ ഫോളോ ബേസിക് റൂൾസ് ഓഫ് കോൺവെർസേഷൻ. അതായത് കോൺവെർസേഷൻ്റെ ബേസിക് റൂൾസൊക്കെ അവർക്ക് മനസ്സിലാവും. ദെൻ അടുത്ത എന്താണ്, സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ്. 12 to 18 years ഷോ ഫിയർ ഓഫ് സ്ട്രേഞ്ചേഴ്സ്. അതായത് അൻസൈറ്റി, സ്ട്രേഞ്ചേഴ്സിനുള്ള അൻസൈറ്റി. ദെൻ ബിഗിൻ ടു എക്സ്പ്രസ് വൈഡ് റേഞ്ച് ഓഫ് ഹാപ്പി. ഇതെല്ലാം ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും. ദെൻ ഫെമിലിയർ പീപ്പിളോട് അഫെക്ഷൻ. ഇതാണ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ്. 12 to 24 hours ഡിസ്പ്ലേ മോർ ഇൻഡിപെൻഡൻസ് ആൻഡ് സേ നോ ഫ്രീക്വൻറ്റ്. അതായത് അവർക്ക് എന്ത് വേണമെങ്കിലും, ഇതൊരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടാണ്, എന്ത് വേണമെങ്കിലും എന്ത് ആവശ്യമുണ്ടല്ലോ അവർക്ക് നോയാണ് അവർ പറയുന്നത്. അത് എന്തിനാണ്, അവർ ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇത് ഏത് സ്റ്റേജാണ്, ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ടാണ്. നമ്മളത് പഠിച്ചതാണ് സൈക്കോ സോഷ്യൽ. ഓട്ടോണമി മീൻസ് ഇൻഡിപെൻഡൻ്റ് ആവുക. അപ്പോൾ അവർ തന്നെ വെർബലി ഇൻഡിപെൻഡൻ്റ് ആയി എന്ന് കാണിക്കുന്നതാണ്. എവറിത്തിങ് ദേ വിൽ സേ നോ. ബിഗിൻ ടു ഇൻട്രസ്റ്റ് ഇൻ പ്ലേയിങ് വിത്ത് അതർ ചിൽഡ്രൻ. അതായത്
പാരലൽ പ്ലേ ആണ്. ഇൻഫൻറ്റ് ഞാൻ പറയാൻ മറന്നുപോയി, ഇൻഫൻറ്റിൻ്റെ പ്ലേ സോളിറ്ററി പ്ലേ ആണ്. തന്നെത്താനെ അവനവൻ്റെ ബോഡി പാർട്ടോ ടോയോ യൂസ് ചെയ്ത് കളിക്കുക. അനദർ തിങ് ചോൾഡറിൻ്റെ അകത്ത് പ്ലേ പാരലൽ പ്ലേ ആണ്. അതായത് കുറേ പിള്ളേർ ഒന്നിച്ചിരുന്ന് ഓരോരുത്തരും അവനവൻ്റെ കളിക്കും. ഷെയറിങ്ങും ഒന്നും അവർക്ക് മനസ്സിലായിട്ടില്ല, അതായത് ടോയിന്ന് ഷെയർ ചെയ്യാറായിട്ടില്ല, ബട്ട് എല്ലാവരും അവനവൻ്റേതായ രീതിയിൽ കളിക്കും. ബിഗിൻ ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് ഓൺഷിപ്പ്. ദെൻ 2 to 3 years ഷോ എമ്പതി ഫോർ അതേഴ്സ്. അതായത് ഇതൊരു ആണ് 2 to 3 yearsലാണ് ഇങ്ങനെ ആരെങ്കിലും കരഞ്ഞാൽ ആശ്വസിപ്പിക്കുക. ഇതൊക്കെ ആ എമ്പതി വരുന്നത് 2 to 3 yearsലാണ്. അതായത് അവർക്ക് ഇമോഷൻസ് മനസ്സിലാകാൻ തുടങ്ങുന്നതുകൊണ്ടാണ്. മേ എക്സ്പീരിയൻസ് ടാൻട്രം ഓർ ടെമ്പർ ടാൻട്രം ഓർ ഇമോഷണൽ ഔട്ട്. ഭയങ്കരമായിട്ട് ടെമ്പർ ടാൻട്രം എന്നൊക്കെ അറിയാം, നമുക്കറിയാം ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് ആണ്. ഇങ്ങനെയുള്ളതൊക്കെ കാണിക്കുന്നത് 2 to 3 years ആണ്. ഏറ്റവും മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് 2 to 3 years ആണ്. എൻഗേജ് ഇൻ കോഓപ്പറേറ്റീവ് പ്ലേ. കോഓപ്പറേറ്റീവ് പ്ലേ എന്ന് പറഞ്ഞാൽ അവനവൻ്റെ കൊടുക്കുക, ഷെയർ ചെയ്യുക, ഇങ്ങനെയുള്ളതാണ്. അതായത് 2 to 3 years ആകുമ്പോഴത്തേക്കാണ്, 3 yearsൻ്റെ എൻഡിലൊക്കെയാണ് കോപ്പറേറ്റീവ് പ്ലേ വരുന്നത്. അതുവരെ പാരലൽ പ്ലേ ആണ്. അപ്പോൾ ടോൾഡറിൻ്റെ പ്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പാരലൽ പ്ലേ ആണ് എക്സാമിന് വരേണ്ടത്. ദെൻ പ്രീ സ്കൂളറിൻ്റെ പ്ലേ ആണ് കോപ്പറേറ്റീവ് ഇതിൻ്റെ അണ്ടറിലേക്ക് വരുന്നത്. കാരണം 3 years മുതൽ 3 to 6 years പ്രീ സ്കൂളറാണ്. അപ്പോൾ കോപ്പറേറ്റീവ് പ്ലേ നിങ്ങൾ ഓൾവേസ് നിങ്ങൾ റിമെമ്പർ ചെയ്യണം. എന്തിൻ്റെ കൂടെയാണ്? പ്രീ സ്കൂളറിൻ്റെ കൂടെയാണ് വരുന്നത്. ബിഗിൻ ടു ഫോം ഫ്രണ്ട്ഷിപ്പ്, ക്യാൻ ഫോളോ സിമ്പിൾ റോൾസ് ഇൻ ഗെയിം ആൻഡ് റൊട്ടീൻ. നെക്സ്റ്റ് എന്താണ്? പ്ലേ ആൻഡ് എക്സ്പ്ലോർ. അത് നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെ ഉള്ളതാണ്. പ്ലേ ഏതാണെന്ന് അറിഞ്ഞാൽ മതി. ദെൻ അവർ കളിക്കുന്നത് എന്തൊക്കെയാണ്? 1.5 വയസ്സാകുമ്പോഴത്തേക്ക് എൻജോയ് സിമ്പിൾ പസിൽ, ബ്ലോക്ക്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യും. ഇതിൻ്റെ അകത്ത് നിങ്ങൾ പ്ലേ ബേബീസിൻ്റെ പാരലൽ പ്ലേ ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറയണം. അത് നമ്മൾ അറിഞ്ഞാൽ മതി. പാരലൽ പ്ലേ ആണ് യൂസ് ചെയ്യുന്നത്. ബിൽഡിംഗ് ബ്ലോക്സ് 4 to 6 ബിൽഡിംഗ് ബ്ലോക്സ്. ദെൻ ലാർജ് പിക്ചേഴ്സൊക്കെ അതിൻ്റെ അകത്ത് അവർക്ക് പറ്റും. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ദെൻ ഫീഡിങ് മീൻസ് ബിഗിൻ ടു ഫീഡ് സെൽഫ്. അതായത് ഒരു വിത്ത് ഹാൻഡ്സ് ഓർ സ്പൂൺ. ഡ്രിങ്ക് ഫ്രം എ സിപ്പി കപ്പ്. ചെറിയ ഡ്രോപ്സൊക്കെ സ്വന്തമായിട്ട് ഇങ്ങനെ 2 കൈയും കൂട്ടിപ്പിടിച്ചൊക്കെ. അതായത് 1.5 വയസ്സ് വരെ നമ്മളറിയാം ഇങ്ങനെ ബോട്ടിലൊക്കെ കൂട്ടിപ്പിടിച്ച് കുറേ പോവും. ബട്ട് അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. 1.5 വയസ്സ് മുതൽ 2 വയസ്സ് വരെ ഫീഡ് സെൽഫ് വിത്ത് എ സ്പൂൺ ഓർ ഫോർക്ക്. ദെൻ മേ ട്രൈ ടു ഡ്രസ് മീൻസ് സ്വന്തമായിട്ട് ഫീഡ് ചെയ്യാനൊക്കെ തുടങ്ങും. പിന്നെ തന്നെ ഡ്രസ്സ് ചെയ്യാനും അൺഡ്രസ്സ് ചെയ്യാനും ഒക്കെ അവർ ട്രൈ ചെയ്യും. ബിഗിൻ ടു ഷോ ഇൻട്രസ്റ്റ് ഇൻ പോട്ടി ട്രെയിനിങ്. അതായത് ടോയ്ലറ്റ് ട്രെയിനിങ്ങിൻ്റെ സമയമാണ്. അപ്പോൾ അവർക്ക് തന്നെ അതിൻ്റെ അകത്ത് ഇൻഡിപെൻഡൻ്റ് ആകാൻ വേണ്ടി അവർ നോക്കുക. അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ് ടോയ്ലറ്റ് ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങളും എല്ലാം. ദെൻ അടുത്ത എന്താണ്? പ്രീ സ്കൂളറാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ മോട്ടോർ ഡെവലപ്മെൻറ്റ്, ടോൾഡറിൻ്റെ അത് മോട്ടോർ ഡെവലപ്മെൻറ്റ്, കൊഗ്നിറ്റീവ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. മോട്ടോർ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. ലാംഗ്വേജിൽ എത്ര വേർഡ്സൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, എപ്പോഴാണ് പിള്ളേർക്ക് മീൻസ് എത്ര വേർഡുകളൊക്കെ 1 വയസ്സാകുമ്പോഴത്തേക്ക് പറ്റും. സിമ്പിൾ സെൻറ്റൻസ് ഫോളോ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ പ്ലേ ഏതാണ്? പാരലൽ പ്ലേ ആണ്. ബ്ലോക്സ് അത് നമ്മൾ പാരലൽ പ്ലേ, അത്രയുമാണ് മെയിനായിട്ട് അതിൻ്റെ പോയിന്റ് വരുന്നത്. അടുത്തത് പ്രീ സ്കൂളറാണ്. പ്രീ സ്കൂളറിൻ്റെ അകത്ത് എന്താണ്? ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, അതായത് മോട്ടോർ ഡെവലപ്മെൻറ്റ്. ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് അതായത് ടോൾഡറിൻ്റെ അകത്ത് വരെ ഫൈൻ മോട്ടോർ ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്ഡ് അല്ലായിരുന്നു. ഫൈൻ മോട്ടോർ ഡെവലപ്മെൻറ്റ് മീൻസ് സ്മൂത്ത് മസിൽസും ഒക്കെ ഫൈൻ മസിൽസൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയാണ്. ബ്രെയിൻ്റെ ഡെവലപ്മെൻറ്റ് അനുസരിച്ചാണ് ഫൈൻ മോട്ടോർ ഡെവലപ്മെൻറ്റ് ഡെവലപ്പ് ആകുന്നത്. സോ പ്രീ സ്കൂളറിൽ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു മോട്ടോർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫൈൻ മോട്ടോർ ഡെവലപ്മെൻറ്റ്. ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റിൻ്റെ അകത്താണ് ജമ്പിങ്, റണ്ണിങ്, ഓൾ ദീസ് തിങ്സ്. ഫൈൻ മോട്ടോർ ഡെവലപ്മെൻറ്റ് അകത്ത് ഹോൾഡിങ് സ്മോൾ തിങ്സ്, റൈറ്റിംഗ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മസിൽസ് യൂസ് ചെയ്യേണ്ടത് വരുന്നതാണ് ഫൈൻ മോട്ടോർ ഡെവലപ്മെൻറ്റ്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രീ സ്കൂളറിലാണ്. അപ്പോൾ നമുക്കത് നോക്കാം. ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റ് റൺ ഈസിലി, അതായത് റൺ ചെയ്യും. ദെൻ സ്കിപ്പ്, ജമ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ദെൻ ത്രോ ബോർ ആക്യുറേറ്റ്ലി, റൈഡ് എ ട്രൈസൈക്കിൾ. ഇതെല്ലാം പ്രീ സ്കൂളറിലാണ് ട്രൈസൈക്കിൾ യൂസ് ചെയ്യുന്നതും സ്മോൾ സൈക്കിളൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം കുറേ മസിൽസൊക്കെ യൂസ് ചെയ്യണം, ജനറൽ ആക്ടിവിറ്റിയാണ്. ഇതാണ് ഗ്രോസ് മോട്ടോർ. ഇനി ഫൈൻ മോട്ടോറിൻ്റെ നമ്മൾ ശ്രദ്ധിക്കണം. ഡ്രോ സിമ്പിൾ ഷേപ്പ് ആൻഡ് ഫിഗർ.
ചെറിയ ചെറിയ ലൈക്ക് സർക്കിൾ ഫിഗർ. ആദ്യം വരയ്ക്കുന്നത് സർക്കിളാണ്. സർക്കിൾ വരയ്ക്കാൻ കാരണം അതിന് കോർണർ ഇല്ല, അതുകൊണ്ട് സർക്കിൾ വരയ്ക്കും. പിന്നെയാണ് അവർ സ്ക്വയറും ട്രയാങ്കിളും അങ്ങനെയൊക്കെ വരയ്ക്കുന്നത്. യൂസ് സിസേഴ്സ്, അതായത് സിസേഴ്സ് പിടിക്കാനായിട്ട് പഠിക്കും. അതൊക്കെ എന്നതൊരു ഇമ്പോർട്ടൻ്റ് പോലെയാണ് കേട്ടോ പലതിനും കണ്ടേക്കുന്നത്. ബിഗിൻ ടു ഡ്രസ് ആൻഡ് അൺഡ്രസ്, ക്യാൻ പോർ ലിക്വിഡ് ഫ്രം എ ജഗ് ടു എ ഗ്ലാസ്. അത് നമ്മളിങ്ങനെ കണ്ടിട്ടില്ലേ, അതിനൊക്കെ ഒരു ഫൈൻ മോട്ടർ വേണം, കാരണം കൈക്ക് അത്ര സ്ട്രെങ്ത് വേണം. ഗ്ലാസ്സിൽ നിന്ന് ജഗ്ഗിലേക്കൊക്കെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പകരാൻ പഠിക്കും. ദെൻ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, ഐ മീൻ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്. ബിഗിൻ ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് ടൈം, അതായത് ഇതൊന്ന് നോക്കണം. ബിഗിൻ ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് യെസ്റ്റർഡേ ടുഡേ, ഇന്ന് നാളെ നാളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് പ്രീ സ്കൂളറിലാണ്, ടോൾഡറിലല്ല. ക്യാൻ ഐഡൻറ്റിഫൈ കളർ, ഷേപ്പ് ആൻഡ് സൈസ്. ടോൾഡറിൽ 3, 4 കളറാണ് മാക്സിമം ഇവർ ഇതിൻ്റെ അകത്ത് കളർ ഐഡൻറ്റിഫൈ ചെയ്യും, കാരണം പ്രീ സ്കൂളർ LKG ആ ടൈമാണ്. സോൾവ് സിമ്പിൾ പസിൽസ്. ദെൻ അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് കോസ് ആൻഡ് ഇഫക്റ്റ്, അതായത് കോസ് ആൻഡ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാകാൻ സാധിക്കും. ദെൻ സിമ്പിൾ സെൻറ്റൻസുകളെല്ലാം ഫോളോ ചെയ്യും. ദെൻ ഇമാജിനറി പ്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ എൻ്റെ പീക്ക് വരുന്ന പ്രീ സ്കൂളറിലാണ്. സോഷ്യൽ ആൻഡ് ഇമോഷണൽ, ഇത് എപ്പോഴും സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണ്. ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണ്. സോഷ്യൽ ഡെവലപ്മെൻറ്റിൽ ഇമോഷൻ ക്യാൻ എക്സ്പ്രസ് എ റേഞ്ച് ഓഫ് ഇമോഷൻ, അവരുടെ ഇമോഷൻസ് എല്ലാം എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, അത് ടോളറി തുടങ്ങുന്നതാണ്. സ്റ്റാർട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് എമ്പതി, അതായത് എമ്പതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോടൊപ്പം അവരുടെ ഫീലിങ്സ് അറിയുന്ന. ഡെവലപ്പ് എ സെൻസ് ഓഫ് ഇൻഡിപെൻഡൻസ്, അതായത് ഇൻഡിപെൻഡൻസ് ഉണ്ടാവും. ദെൻ സോഷ്യൽ ഇൻട്രാക്ഷൻ, ഇതാണ് ഫോക്കസ് ചെയ്യേണ്ടത്. എൻജോയ് പ്ലേയിങ് വിത്ത് അതർ ചിൽഡ്രൻ, അതായത് പ്രീ സ്കോളറിലാണ് കോപ്പറേറ്റീവ് പ്ലേ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യും. സ്റ്റാർട്ട് ടു ഡെവലപ്പ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും. ബിഗിൻ ടു ടേക്ക് ടേൺസ് ആൻഡ് ഷെയർ. ടോയ് ഓൾദോ മേ സ്ട്രഗിൾ വിത്ത് ദിസ് ടൈപ്പ്, അതായത് ടോയ് അത് ഓൾറെഡി പറഞ്ഞു കോപ്പറേറ്റീവ് പ്ലേയിലാണ്. ദെൻ അനദർ തിങ്, ജെൻഡർ റോള് മേ ഷോ സൈൻ ഓഫ് ബിക്കമിങ് മോർ അവെയർ ഓഫ് ജെൻഡർ റോള്, അതായത് മെയിൽ ഫീമെയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. പ്രീ സ്കൂളറിലാണ് നമ്മൾ കണ്ടേക്കുന്നത് ഇഡിപ്പസ് കോംപ്ലക്സ് പ്ലസ് ഇലക്ട്ര കോംപ്ലക്സ്. അപ്പോൾ അവർക്ക് ജെൻഡർ ഐഡൻറ്റിഫിക്കേഷനൊക്കെ ആയി. ലാംഗ്വേജിൻ്റെ അകത്ത് എന്താണ്? സ്പീച്ച് ഡെവലപ്മെൻറ്റ്. സ്പീക്ക് ഫുൾ സെൻറ്റൻസ്, വെക്കാബുലറി എക്സ്പാൻഡ് ടു സെവറൽ 100 വേർഡ്സ്, ക്യാൻ ടെൽ സ്റ്റോറീസ് ആൻഡ് ഡിസ്ക്രൈബ് ഈവൻറ്റ്സ്, അതായത് അവരുടെ ഇമാജിനേഷൻ അനുസരിച്ചാണ് കേട്ടോ, ഇമാജിനറി ടൈമാണ്. അതുകൊണ്ടാണ് ഈ സമയത്തൊക്കെ ഡോറയൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന ഈ പിള്ളേരാണ്. അവർക്ക് അതിൻ്റെ അകത്ത് ഇമാജിനേഷനാണ്, ഇവരുടെ ഏജ് ഗ്രൂപ്പും ഇമാജിനേഷൻ്റെ ഗ്രൂപ്പാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? ഇമാജിനേഷൻ ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലൈസേഷൻ ഓഫ് പ്രീ സ്കൂളറിൻ്റെ അകത്ത് ഇവർ ഹോസ്പിറ്റൽ ഇമാജിൻ ചെയ്യും. അതായത് നമ്മൾ പറയും നന്നായിട്ട് നിന്നില്ലെങ്കിൽ അസുഖം വരും, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ വെച്ചാൽ ഗോഡ് വിൽ പണിഷ് അങ്ങനെയൊക്കെ നമ്മൾ പറയും. അങ്ങനെയൊക്കെ പറയുമ്പോൾ പിള്ളേർ ഇമാജിൻ ചെയ്യുകയാണ് എന്തെങ്കിലും സിക്നെസ് വന്നാൽ. അപ്പോൾ ഹോസ്പിറ്റലൈസേഷൻ ഓഫ് പ്രീ സ്കൂളറിൻ്റെ അകത്ത് ഇമാജിനേഷനാണ്. ഇൻഫൻറ്റിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ സെപ്പറേഷൻ ആൻസൈറ്റിയാണ്. ടോളറിൻ്റെ അകത്ത് എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. ദെൻ ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്, അവിടുത്തെ സാധനങ്ങളെല്ലാം പിടിച്ചു നോക്കുക, ഇതൊക്കെ ചെയ്യുന്നത് ഷോൾഡറാണ്. ദെൻ പ്രീ സ്കൂളർ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുക, അതായത് ഞാൻ ഇങ്ങനെ ചെയ്തു അതുകൊണ്ട് ഇങ്ങനെ വന്നു, അങ്ങനെയാണ്. ദെൻ അണ്ടർസ്റ്റാൻഡിങ് ക്യാൻ ഫോളോ മൾട്ടിപ്പിൾ സ്റ്റെപ്പ് ഡയറക്ഷൻ, അതായത് അവർക്ക് ഡയറക്ഷൻസും ഒക്കെ മനസ്സിലാകാൻ തുടങ്ങും. അടുത്ത എന്താണ്? സെൽഫ് കെയർ ആൻഡ് ഇൻഡിപെൻഡൻസ്. ബ്രഷ് ടീത്ത് വിത്ത് അസിസ്റ്റൻസ്, ദെൻ വാഷ് ഹാൻഡ്സ് വിത്ത് മിനിമൽ ഹെൽപ്പ്, ടേക്കിംഗ് കെയർ ഓഫ് ബേസിക് ടോയ്ലറ്റ് need independently, then begin to clean up after themselves. അതായത് സ്വന്തമായിട്ട് സെൽഫ് കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. മോറൽ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ഈ സമയത്താണ്. അപ്പോൾ ബിഗിൻ ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് റോങ്. ഇതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. റൈറ്റ് ആൻഡ് റോങ് മീൻസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് പ്രീ സ്കൂളർ ആണ്. ഇത് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് കേട്ടോ. മേ ഷോ ഗിൽറ്റ് ആഫ്റ്റർ ഡൂയിങ് സംതിങ് റോങ്, അതായത് റൈറ്റ് ആൻഡ് റോങ് അവർക്ക് റിക്കഗ്നൈസ് ചെയ്യാം, ഡിഫറൻഷ്യേറ്റ് ചെയ്യാകുമ്പോൾ റൈറ്റ് വരുമ്പോൾ ഗിൽറ്റ് മീൻസ് പ്രൗഡ് ഫീലിങ്ങും, ഗിൽറ്റ് വരുമ്പം റോങ് വരുമ്പോൾ ഗിൽറ്റ് ഫീലിങ്ങും വരും. ഇനി അടുത്ത സ്കൂൾ ഏജ് ആണ്. സ്കൂൾ ഏജിൻ്റെ അകത്ത് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഏറ്റവും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഫൻസി, ടോൾഡർ, പ്രീ സ്കൂളർ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സ്കൂളറും അഡോളസെൻറ്റും അത്ര നമുക്ക് അറിഞ്ഞാൽ മതി, ബേസിക് തിങ്സ് അറിഞ്ഞാൽ മതി. അതുകൊണ്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി.
ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റ് അത് ഓൾറെഡി അവർ ഡെവലപ്ഡായി, നടക്കാനും എടുക്കാനും ഒക്കെ പഠിച്ചു. ഇംപ്രൂവ് കോർഡിനേഷൻ ആൻഡ് ബാലൻസ്, അതായത് സൈക്കിളൊക്കെ വിത്തൗട്ട് എന്നതാണ് സപ്പോർട്ടീവ് വീലില്ലാതെയൊക്കെ ഓടിക്കുന്നതും ഒക്കെ ഇതിൻ്റെ അകത്താണ്. ട്രെയിനിങ് വീലില്ലാതെ ഓടിക്കുന്നതൊക്കെ എന്താണ് 6 ഇയേഴ്സ് മുതലാണ്, സ്കൂൾ ഏജ് മുതലാണ്. ദെൻ എൻഗേജ് ഇൻ ഡാൻസ് ആക്ടിവിറ്റീസ്, സ്പോർട്സ്, ഇങ്ങനെയൊക്കെ, അതായത് അവരുടെ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആയി. ദെൻ ഫൈൻ മോട്ടോർ ഡെവലപ്മെൻറ്റ് പ്രിസൈസ് ഹാൻഡ് ഐ കോർഡിനേഷൻ, അതായത് അവർക്ക് തന്നെ നോക്കി നോക്കി വരയ്ക്കുക, നോക്കി പിക്ചർ വരയ്ക്കുക, അതായത് ഹാൻഡ് ഐ കോർഡിനേഷൻ ഡെവലപ്പായി. യൂസിങ് സിസേഴ്സ് ആൻഡ് പെൻസിൽ, ഇതെല്ലാം അവർ നന്നായിട്ട് യൂസ് ചെയ്യാൻ പഠിക്കും. ബിഗിൻ ടു പ്ലേ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പഠിക്കുക. ഇങ്ങനെയുള്ള എല്ലാം ചെയ്യുന്നത് 6 ഇയേഴ്സിലാണ്. സ്വന്തമായി ഷൂ കെട്ടുക, ഡ്രസ്സ് ചെയ്യുക, അൺഡ്രസ്സ് ചെയ്യുക, എവറിത്തിങ് 6 ഇയേഴ്സിൽ പെർഫെക്റ്റ് ആവും. കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് മീൻസ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻ്റ് ആണ്. ലോജിക്കൽ തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യും. ഇതൊന്ന് നോട്ട് ചെയ്തേക്കുക. ലോജിക്കൽ തിങ്കിങ്, ലോജിക്കുണ്ട്, ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നൊരു ലോജിക്ക്. ഏബിൾ ടു സോൾവ് പ്രോബ്ലം ലോജിക്കലി ആൻഡ് തിങ്ക് അബൌട്ട് കോസ് ആൻഡ് എഫക്റ്റ്, ലോജിക്കായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അണ്ടർസ്റ്റാൻഡ് ബേസിക് മാത്സ്, അതായത് അഡിഷൻ സബ്ട്രാക്ഷൻ, ഇതൊക്കെ അവർ ബേസിക് പഠിക്കും. അതായത് 6 വയസ്സ് മുതലാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ വരുന്നതാണ്. ക്യാൻ റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് സിമ്പിൾ സ്റ്റോറീസ്. ബിഗിൻ ടു അണ്ടർസ്റ്റാൻഡ് അബ്സ്ട്രാക്റ്റ് കോൺസെപ്റ്റ്, ടൈം, മണി, ഇതെല്ലാം അവർ പഠിക്കും. അതായത് തിങ്കിങ്, ബേസിക് കാൽക്കുലേഷൻസും കാര്യങ്ങളും എല്ലാം അവർ പഠിക്കും എന്നർത്ഥം. മെമ്മറി ആൻഡ് അറ്റൻഷൻ, ദെൻ അവർക്ക് ഒരു സ്കൂളിലെ ടാസ്ക് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് മെമ്മറി ഡെവലപ്ഡ് ആണ്. പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷൻ മീൻസ് ദേ ആർ ഏബിൾ ടു പ്ലാൻ ആൻഡ് ഓർഗനൈസ് ദ ബേസിക് തിങ്സ്. ഇതാണ് സ്കൂൾ ഏജ് വരുന്നത്. ഇൻ ലാംഗ്വേജ് മീൻസ് അവർ ലാംഗ്വേജ് ഓൾറെഡി ഡെവലപ്ഡ് ആയി. ദെൻ അവർ പുതിയ മീൻസ് അഡ്വാൻസ്ഡ് ലാംഗ്വേജ്, എക്സ്പാൻഡ് വൊക്കാബുലറി ആൻഡ് യൂസസ് മോർ കോംപ്ലക്സ് സെൻറ്റൻസ്. അതായത് ഇതിൻ്റെ അകത്ത് ലാംഗ്വേജ് ഒന്നും ഇതിൻ്റെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻ്റ് ഇൻഫൻസിയിൽ നമുക്കില്ല, മാമ ഡാഡ വരെ വരുള്ളൂ. ടോൾഡറിലും പ്രീ സ്കൂളറിലുമാണ് നമ്മൾ ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ്. ഈ സ്കൂളറിൽ ലാംഗ്വേജ് കംപ്ലീറ്റ് ഡെവലപ്പായി, പിന്നെ അഡ്വാൻസ് ചെയ്യുന്ന സ്റ്റേജാണ്. സോ ഇതിൽ നിന്ന് യൂഷ്വലി ക്വസ്റ്റ്യൻസ് വരാറില്ല. സോഷ്യൽ ആൻഡ് BSc നഴ്സിംഗ് ഒക്കെ പഠിക്കുന്ന പിള്ളേർക്കാണെങ്കിൽ മാർക്ക് കിട്ടാൻ വേണ്ടി എഴുതാം. ബട്ട് ഇങ്ങനെയുള്ള അല്ലാതെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറില്ല. സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റിൻ്റെ അകത്ത് നമ്മൾ അറിയേണ്ടത് ഇവർക്ക് ഫ്രണ്ട്സ് റിലേഷൻ, പിയർ റിലേഷൻഷിപ്പ് ഉണ്ട്. ഡെവലപ്പ് ഡീപ്പർ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് മേ സ്റ്റാർട്ട് ഹാവിങ് ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാകുന്നത് സ്കൂളിലാണ്. ആണ്, ഇറ്റ്സ് നോട്ട് ഷുവർ, അഡോളസൻറ്റിലാണ് അത് ഉണ്ടാകുന്നത്. അണ്ടർസ്റ്റാൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ലോയാലിറ്റി ആൻഡ് ട്രസ്റ്റ്, അതായത് ലോയാലിറ്റി, ട്രസ്റ്റ് വർത്തിനെസ്, ഇങ്ങനെയെല്ലാം ഫ്രണ്ട്ഷിപ്പ് വേണം എന്നവർക്ക് മനസ്സിലാവും. ലേൺ ടു കോപ്പറേറ്റ് ആൻഡ് വർക്ക് ഇൻ ടീം, ഇതിൻ്റെ അകത്ത് കോപ്പറേറ്റ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സെൽഫ് എസ്റ്റീം ആൻഡ് ഐഡൻറ്റിറ്റി, അവർക്ക് സ്വന്തമായിട്ട് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവും. ബിഗിൻ ടു ഫോം എ ക്ലിയർ സെൻസ് ഓഫ് പേഴ്സണൽ ഐഡൻറ്റിറ്റി. ദെൻ ബിഗിൻ ടു ഡെവലപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദെയർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. സോ അവനവനെ തന്നെ മനസ്സിലാവും. ഇമോഷണൽ റെഗുലേഷൻ, ബെറ്റർ അറ്റ് മാനേജിങ് ആൻഡ് എക്സ്പ്രസിങ് ഇമോഷൻ അപ്രോപ്രിയേറ്റ്ലി. ക്യാൻ ഹാൻഡിൽ ഫ്രസ്ട്രേഷൻ ഓർ ഡിസപ്പോയിൻമെൻറ്റ് മോർ എഫക്റ്റീവ്ലി, അതായത് ഫ്രസ്ട്രേഷനും ഡിസപ്പോയിൻമെൻറ്റും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാനൊക്കെ അവർക്ക് അത്യാവശ്യം അറിയാം. സെൽഫ് കെയർ ഓർ ദേ ആർ ഏബിൾ ടു ഡു ദെയർ ഓൺ തിങ്സ്, അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് അല്ല. ജസ്റ്റ് അറിഞ്ഞാൽ മതി. മോറൽ ആൻഡ് എത്തിക്കൽ ഡെവലപ്മെൻറ്റ്, ഇതിൻ്റെ അകത്ത് നമ്മൾ പഠിക്കേണ്ട കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റും മോറൽ ആൻഡ് എത്തിക്കലുമാണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. മോറൽ ആൻഡ് എത്തിക്കൽ ഡെവലപ്മെൻറ്റ്, അണ്ടർസ്റ്റാൻഡ് റൈറ്റ് ആൻഡ് റോങ്, ഓൾറെഡി പ്രീ സ്കൂളറിൽ അണ്ടർസ്റ്റാൻഡ് വന്നതാണ്. അതിൻ്റെ മോർ സൊഫാസ്റ്റിക്കേറ്റഡ് ഫോമിൽ വരുന്നത് ഇവിടെയാണ്. അതായത് മോറൽ പ്രിൻസിപ്പിൾസ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങും. ദെൻ മേ ഡെവലപ്പ് എ സെൻസ് ഓഫ് ഫെയർനെസ് ആൻഡ് ജസ്റ്റിസ്, അതായത് കുറച്ച് എത്തിക്കൽ രീതിയിൽ ബിഹേവ് ചെയ്യാൻ തുടങ്ങും. ദെൻ റെസ്പോൺസിബിലിറ്റി, ദേ ആർ ഏബിൾ ടു ടേക്ക് ദെയർ ഓൺ റെസ്പോൺസിബിലിറ്റി. അക്കാഡമിക്ക് നമുക്ക് ഓൾറെഡി അറിയാം, അവർ അക്കാഡമിക്ക് സ്റ്റാർട്ട് ചെയ്ത് അഡ്വാൻസ് ചെയ്യുന്ന സ്റ്റേജാണ്. ഇനി അഡോളസെൻറ്റ് ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞാൽ മതി. അഡോളസെൻറ്റ് പീരീഡിലാണ് ഈ സ്കൂൾ ഏജിൽ ഗ്രോത്ത് കുറച്ച് ഡിലേഡ് ആണ്. കാരണം ആക്ടിവിറ്റീസ് കൂടുന്നത് കൊണ്ട് ഗ്രോത്ത് കുറവാണ്, ഡെവലപ്മെൻറ്റ് കൂടുതലാണ്. രണ്ടും ഒരേ സമയത്ത് നടക്കത്തില്ല. ഗ്രോത്ത് അതാണ് ചിലപ്പോൾ അതിലൊക്കെ വ്യത്യാസങ്ങൾ വരുന്നതാണ്. ദെൻ അഡോളസെൻ്റ് ആകുമ്പോഴത്തേക്ക് ഇവരുടെ ഗ്രോത്ത് ഭയങ്കരമായിട്ട് ഫാസ്റ്റായിട്ട് വരും. റാപ്പിഡ് ഫിസിക്കൽ ഗ്രോത്ത് വരും. ഇതിൻ്റെ അകത്ത് അതിനെക്കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. മോട്ടോർ സ്കില്ല് എവറിത്തിങ് ടോട്ടലി ഡെവലപ്ഡ് ആണ്. ഹെൽത്ത് അവെയർനെസ് ഉണ്ടാകും.
ഈ ഫിസിക്കൽ ഡെവലപ്മെൻ്റ് അല്ല ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ്. കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ അകത്ത് അബ്സ്ട്രാക്ട് തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യും. അഡ്വാൻസ്ഡ് റീസണിങ്, അതായത് പ്രോബ്ലം സോൾവിങ്ങും അണ്ടർസ്റ്റാൻഡിങ് കോംപ്ലക്സ് തിങ്സും ഇതെല്ലാം തുടങ്ങും. ഡിസിഷൻ മേക്കിംഗ് കൊണ്ട് മെമ്മറി ആൻഡ് ഫോക്കസ് അഡ്വാൻസ് ആവും. അടുത്തത് ലാംഗ്വേജ്. നമുക്ക് ഓൾറെഡി അറിയാം, ദേ ആർ ഏബിൾ ടു എക്സ്പ്രസ് ആൻഡ് യൂസ് അഡ്വാൻസ് ലാംഗ്വേജ് ആൻഡ് മൾട്ടിപ്പിൾ ലാംഗ്വേജ് ഓൾസോ ദേ ആർ ഏബിൾ ടു സ്പീക്ക്. സോ ഇതിൻ്റെ അകത്ത് അതല്ല ഇമ്പോർട്ടൻ്റ് വരുന്നത്. ഈ സോഷ്യൽ ആൻഡ് ഇമോഷണൽ നോക്കണം. പ്രീ സ്കൂളറിലും സ്കൂളറിലും ഒക്കെ, ഐ മീൻ അഡോളസൻറ്റിലൊക്കെ എന്താണ് നോക്കേണ്ടത്, സോഷ്യൽ ഇമോഷണലാണ് എപ്പോഴും ഒന്ന് ഫോക്കസ് ചെയ്യേണ്ടത്. ഐഡൻറ്റിറ്റി ഫോർമേഷൻ, അതാണ് ഇത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സെൽഫ് ഐഡൻറ്റിറ്റി, സെക്ഷൽ ഐഡൻറ്റിറ്റി, പേഴ്സണൽ ഐഡൻറ്റിറ്റി കംപ്ലീറ്റ് ഡെവലപ്പ് ആകുന്ന അഡോളസൻ പീരീഡിലാണ്. സ്ട്രോങ് ഫോക്കസ് ഓൺ ഡെവലപ്പിംഗ് സെൻസ് ഓഫ് പേഴ്സണൽ ഐഡൻറ്റിറ്റി ഇൻക്ലൂഡിങ് എക്സ്പ്ലോറിംഗ് വാല്യൂസ്, ബിലീഫ് ആൻഡ് സെക്ഷൽ ഓറിയൻറ്റേഷൻ. ഇതാണ് അഡോളസൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ഡെവലപ്മെൻറ്റിൽ നമ്മൾ പഠിക്കേണ്ടത്. അത് ഐഡൻറ്റിഫിക്കേഷൻ, സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ. സെക്കൻഡ് എന്താണ്, പിയർ റിലേഷൻഷിപ്പ്. അടുത്തത് അവർക്ക് റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ഹോസ്പിറ്റലൈസേഷൻ റിലേറ്റഡ് ആണ് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നത്. ഒരു അഡോളസൻ്റ് ഹോസ്പിറ്റലൈസ്ഡ് ആണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രൈവസിയാണ്. ഇവർക്കിപ്പോൾ ഐഡൻറ്റിറ്റി ഒക്കെ പ്രൈവസി വേണം. സെക്കൻഡ് എന്താണ്, പ്രൊലോങ്ഡ് വേണമെങ്കിൽ അവർക്ക് ഫ്രണ്ട്ഷിപ്പാണ്, പിയർ റിലേഷൻഷിപ്പാണ്. അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, ഇമോഷണൽ റെഗുലേഷൻ. ഇമോഷണൽ റെഗുലേഷൻ്റെ അകത്ത് ഇമോഷണൽ മച്യൂരിറ്റി അല്ല, അവർക്ക് ഇമോഷൻ എന്നാണ് അവർക്ക് സമയത്ത് ഇൻറ്റൻസീവ്, അവർക്കത് ഇറഗുലർ മൂഡ് ചേഞ്ചും ഹോർമോണൽ ചേഞ്ചസ് വരുന്നതുകൊണ്ട് മൂഡ് ചേഞ്ചും ഒക്കെ വരുന്ന സമയമാണ്. അപ്പോൾ ഇമോഷണൽ റെഗുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന അഡോളസൻ്റിലല്ല, ഏർലി അഡൽട്ട്ഹുഡിലാണ് ഇവർക്ക് ഇൻറ്റൻസിറ്റിയാണ്, പല സമയത്തും പല മൂഡും അങ്ങനെയൊക്കെയാണ്. മോറൽ ആൻഡ് എത്തിക്കൽ നമുക്കറിയാം, അബ്സ്ട്രാക്ട് തിങ്കിങ്, എമ്പതി, ഇതൊക്കെ വരുന്നത് മോറലാണ്. അത് സൊസൈറ്റിയോടൊരു അറ്റാച്ച്മെൻറ്റ് വരും. സെൽഫ് കെയർ, ദേ ആർ ഏബിൾ ടു ഡു എവറിത്തിങ്, ബട്ട് പേഴ്സണൽ ഹൈജീൻ ഏറ്റവും കുറവുള്ള സമയമാണ് അഡോളസൻ പീരീഡ്. ദെൻ ലേറ്റ് അഡോളസൻ്റ് ആകുമ്പോഴത്തേക്ക് അവർക്ക് പേഴ്സണൽ ഹൈജീൻ ഇമ്പ്രൂവ് ആവും. പിന്നെ വേറെ ഇതിൻ്റെ അകത്തുള്ള അവർ സെയിം ഡ്രസ്സൊക്കെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ ചൂസ് ചെയ്യുന്നത്. ദെൻ സെക്ഷൽ ഡെവലപ്മെൻറ്റ്, സെക്ഷൽ ഐഡൻറ്റിഫിക്കേഷൻ ഓറിയൻറ്റേഷൻ ഉണ്ടാവും. അണ്ടർസ്റ്റാൻഡിങ് കൺസെൻറ്റ് ആൻഡ് ബൗണ്ടറീസ്, അതായത് അവനവൻ്റെ ലിമിറ്റേഷൻ മനസ്സിലാകും, മറ്റുള്ളവരുടെ പെർമിഷനോട് കൂടി എന്തെങ്കിലും ചെയ്യുക, അതായത് മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുന്ന സമയമാണ്. ഇതെല്ലാം സംഭവിക്കുന്നത് അഡോളസൻ പീരീഡിലാണ്. അക്കാഡമിക് എന്താണ് ഇൻട്രസ്റ്റ് മാറുന്ന സമയമാണ്. അതായത് അക്കാഡമിക് ഇൻട്രസ്റ്റ് ബിക്കം മോർ സ്പെസിഫിക് വിത്ത് അഡോളസൻറ്റ് സ്റ്റാർട്ടിങ് ടു തിങ്ക് അബൌട്ട് പൊട്ടൻഷ്യൽ കരിയർ ഫിക്സേഷൻ ഏർലി അഡൽട്ട്ഹുഡിലും കരിയർ ചോയ്സ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വരുവാണെങ്കിലാണ് അഡോളസൻ പീരീഡിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്താണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് മൈൽ സ്റ്റോൺ. ദെൻ ഐ തിങ്ക് ഓവറോൾ ഇത് ബ്രീഫായിട്ട് നമ്മൾ അറ്റ് ബർത്ത് 0 to അഡോളസൻ പീരീഡ് വരെ വാട്ട് ആർ ദ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺ ഈസ് ഹാപ്പനിങ് ഓർ എ ചൈൽഡ് ഈസ് ഗോയിങ് ത്രൂ, വാട്ട് ആർ ദ മൈൽ സ്റ്റോൺ, ഇതൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് പുട്ട് ഇറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. താങ്ക് യു.